മുരളീധരൻ എവിടെ നിന്നാലും മുരളീധരനെ തോൽപ്പിക്കും എന്നാണ് BJP എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലൊന്ന് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. എനിക്കറിയില്ല. കാരണം RSSനും മുരളീധരനോടൊരു വാശിയുണ്ട്. കാരണം നേമത്ത് നമ്മുടെ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി പോയി നിന്നാണ് മുരളീധരൻ. ആ ഒരു വാശി അവർക്ക് മുരളീധരനോടുണ്ട്. പിന്നെ നമ്മൾ പഴയതുപോലെ മുരളീധരൻ എന്നൊക്കെ പറഞ്ഞാൽ മീഡിയ സൃഷ്ടിച്ച ഒരു ബിംബം മാത്രമാണ്. അതിനപ്പുറത്ത് മുരളീധരൻ എന്ത് സ്വാധീനമാണ് കേരളത്തിലുള്ളത്, എന്ത് ട്രാക്ക് റെക്കോർഡാണ് കേരളത്തിലുള്ളത്, മുരളീധരൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പോൾ അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം 3 പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു. KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, പിന്നെ ഇതിൻ്റെ നമ്മുടെ ഡെക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പിന്നെ വേറെ പോയി പിന്നെ മറ്റേ ശരത് പവാറിൻ്റെ പാർട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസിൻ്റെ, ഇതിലെല്ലാം ഈ 3 പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ് മുരളീധരൻ. അപ്പോൾ മുരളീധരനെ ഒരു വലിയ ഇമേജുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ ശരിക്കും കഴിയുമോ, വോട്ടർമാരുടെ മുന്നിൽ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.